ഹലോ. ഫ്രോസൺ സദ്യ എന്നും പറഞ്ഞ് എല്ലാവരും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അതെനിക്ക് എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളോട് അടുത്തുള്ളൊരു മലയാളി കട ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഇന്നും പോയി ചോദിക്കായിരുന്നു സാധനങ്ങൾ വന്നോ എന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് പോയി അന്വേഷിച്ചു. അപ്പോൾ സാധനം അവിടെ ഉണ്ട്. ഇതിപ്പോൾ ക്രിസ്മസ് ആവാനായി ഈ വീഡിയോ എൻ്റെ ഫോണിൽ കിടന്നിട്ട് കുറേ നാളായി. ബട്ട് ഇതെനിക്ക് ഇടണമെന്ന് തോന്നി. അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. 13 കൂട്ടം കറി, പലതരം അച്ചാർ, സാമ്പാർ, അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി, പപ്പടം എല്ലാം ഉണ്ട്. 2 തരം പായസമുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് 3 വാഴയില ഫ്രീയും കിട്ടി കേട്ടോ. അപ്പം നമുക്കിവിടെ 3 പേരാണ് കഴിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ചോറൊക്കെ വിളമ്പാൻ തുടങ്ങി. അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ എല്ലാം ഫ്രോസൺ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ ചൂടുവെള്ളത്തിൽ മുക്കിയിടണം. എന്നിട്ട് നമ്മൾ ഓവനിൽ വെച്ചത് ചൂടാക്കിയിട്ടോ. അതിൻ്റെ കൂടെ പപ്പടവും കറികളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ ഓരോരോ കറികളെല്ലാം കൂടെ വിളമ്പി നല്ല അവസാനം ഇത്രയും കറികൾ, നല്ല ഭംഗി ഇത് കാണാൻ. പക്ഷെ ഫ്രോസണാന്ന് കരുതി ടേസ്റ്റിനൊരു കുറയില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ടെക്നോളജിയുടെ ഒരു വളർച്ച. അപ്പോൾ നാട്ടിൽ അതേ ഫുഡ് ഇവിടെ ഫ്രോസണായി കിട്ടുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? 2 കൂട്ടം പായസമുണ്ട്. ഗോതമ്പ് പായസവും പരിപ്പ് പായസവും. അതിൽ പരിപ്പ് പായസമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. പിന്നെ കുറേ ദിവസം നമുക്ക് വെച്ച് കഴിക്കാനും ഉള്ളതുണ്ടാവും. ഒരു ബോക്സ് നിറയെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത്